ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഇത് ആവിയിൽ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഞാൻ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി നല്ല ഉണങ്ങിയ തുണി ക്ലീൻ ചെയ്തെടുക്കണേ. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിച്ചാത്തിയും കൊണ്ട് അത് മുറിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഓരോ ഭാഗമായിട്ട് നെല്ലിക്ക ഇങ്ങനെ മുറിച്ചെടുക്കും. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ളതോ അല്ലെങ്കിൽ കശ്മീരി മുളക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എരിവുള്ള കഴിക്കാൻ താല്പര്യമാണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യം, എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തോട് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പം അതിനെ നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ വിനീഗർ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വിനീഗറാണെങ്കിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തള വന്നു കഴിയുമ്പോൾ നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനാണെങ്കിൽ 125 ml അല്ലെങ്കിൽ 1/2 കപ്പ് നമുക്കാണെങ്കിൽ എള്ളെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. പറയാൻ ലേറ്റായിപ്പോയി. എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കണ്ട കേട്ടോ, അത് കഴിക്കുന്നത് ഹെൽത്തി അല്ല. അപ്പോൾ ഞാനാണെങ്കിൽ എള്ളെണ്ണ നന്നായി ചൂടാക്കി എല്ലാ സാധനം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് വെളുത്തുള്ളി ഒരു 10-15 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചൂടാക്കി വെച്ച് അത് ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കടുകും പിന്നെ ഉലുവയും നമുക്കൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇനി വിനീഗർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചില്ലായിരുന്നു, അത് തണുത്ത് കഴിയുമ്പോൾ അതും നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 3 ദിവസത്തേക്ക് ഇതുപോലെ തന്നെ അടച്ചൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പം 3 ദിവസം ആകുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണ എക്സ്ട്രാ വേണമെങ്കിൽ ചൂടാക്കി തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ഞാനിത് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇവിടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനിത് 3 ദിവസം ആയപ്പോഴത്തെ ഒരു പകുതി ക്വാണ്ടിറ്റിയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചിനി എണ്ണ ഒഴിച്ചിട്ട് കാര്യമില്ല, 2 ദിവസം കൊണ്ട് ഇത് തീരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് നല്ല ഇച്ചിരി സോഫ്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങളെന്നും കുപ്പിക്കകത്തിട്ട് ആക്കിയതിന് ശേഷം എന്നും ആ കുപ്പിയുടെ അടപ്പൊന്ന് തുറന്ന് കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചാൽ മതി കേട്ടോ. 1 മാസം വരെയാണെങ്കിൽ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നേ ഉള്ളൂ. പുറത്ത് സൂക്ഷിക്കാം. പിന്നെ എത്രയും നാൾ വേണമെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 5-6 മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. പക്ഷേ അത്രയും വരെ പോകത്തില്ല, അതിന് മുന്നേ കഴിയും. അത്രയും ടേസ്റ്റി ആയിട്ടൊരു അച്ചാറിൻ്റെ വീഡിയോ ആയത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.